അതിന്റെ പ്രാരംഭത്തില് ചില പ്രസ്താവനകള് നമ്മൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോൾ blessed are the righteous, and they will be filled എന്നുള്ളതാണല്ലോ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിച്ച വിഷയം. Blessed are those who hunger and thirst for righteousness, for they shall be filled. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവര് തൃപ്തി വരുമെന്ന് പഠിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത് കർത്താവ് പറഞ്ഞ അടുത്ത അനുഗ്രഹ പ്രസ്താവനയാണ് അതിന്റെ 7-ാം വാക്യത്തിൽ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. Blessed are the merciful, for they shall obtain mercy. Blessed are the merciful, for they shall obtain mercy. ഈ ഒരു അനുഗ്രഹ പ്രസ്താവനയിലെ പ്രധാന വിഷയം മേഴ്സി അല്ലെങ്കിൽ കരുണ എന്നുള്ളതാണ്. അതെന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വാക്കുകൊണ്ട്, പദപ്രയോഗം കൊണ്ട്, ഈ പ്രസ്താവന കൊണ്ട് കർത്താവ് എന്താണ് ആഗ്രഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കരുണ എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് നാം ചിന്തിക്കേണ്ട മറ്റൊരു പദപ്രയോഗമുണ്ട്. അതാണ് കൃപ. കൃപയും കരുണയും, കൃപ, കരുണ, ദയ, മനസ്സലിവ് എന്നിത്യാദി പല വാക്കുകൾ നമ്മൾ ഒന്നിനൊന്നോട് ചേർത്ത് പരസ്പരമായിട്ടൊക്കെ ചിന്തിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥമുണ്ടല്ലോ. പ്രത്യേകിച്ച് കൃപയും കരുണയും നാം എടുത്ത് ചിന്തിച്ചു പഠിക്കേണ്ട വിഷയമാണ്. എന്താണ് കൃപയെന്ന് നമുക്കറിയാം. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന ദാനത്തിനാണ് കൃപ, അല്ലെ? അതാണല്ലോ നമ്മൾ അർഹതയില്ലാത്ത ദാനമാണ് കൃപ. So grace means an undeserving gift. We don't deserve it, but God has given it to us. That is what is called grace. അപ്പൊ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിച്ച ഒരു നന്മയെ കുറിച്ചാണ് കൃപ എന്ന് പറയുന്നത്. എന്നാൽ കരുണ എന്താണ്? അർഹിച്ച ശിക്ഷ നൽകാതിരുന്നതാണ് കരുണ. Not giving the deserving punishment is what is called mercy. ഇത് രണ്ടും നാമ ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും മറ്റ് ബിയാറ്റിറ്റ്യൂഡ്സ് പഠിച്ചതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പൊ ഒന്ന്, നമുക്ക് കരുണ ലഭിക്കണം. കരുണ ലഭിച്ചവർ കരുണ കൊടുക്കണം. ഇതാണ് ആ വാക്യത്തിന്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്. അപ്പോൾ ആദ്യം നമുക്ക് ലഭിക്കേണ്ടത് കരുണ ലഭിക്കണം. നമുക്ക് we should receive mercy. From whom? From God. ദൈവത്തിൽ നിന്ന് കരുണയാദി നമ്മൾ പ്രാപിക്കണം. കരുണ ലഭിച്ചാൽ ആ കരുണ നമ്മള് മടക്കി ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വഭാവത്തിൽ അത് കാണിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കരുണയുണ്ട്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പൊ കരുണ ലഭിച്ചു, കരുണ നമ്മൾ കാണിക്കുന്നു, വീണ്ടും നമ്മുടെ ദൈവം കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. കരുണ
അല്ലെങ്കിൽ മേഴ്സി, നമ്മൾ അർഹിച്ചിരുന്നത് നമുക്ക് തരാതിരുന്നതാണ് കരുണ എന്ന് ഞാൻ ഓർമ്മിച്ചു. അർഹിക്കാത്തത് നൽകിയതാണ് കൃപയും. അർഹിക്കാത്ത ദാനം എന്താണ് സർവശക്തനായ ദൈവം നമുക്ക് തന്നത്? നമുക്കറിയാം, ഒരു രക്ഷ, ഒരു നിത്യത നാം അർഹിച്ചിരുന്നവരല്ല. നാം എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തോട് ദൂരത്തിലായിരുന്നു. നമുക്ക് ഒരു നിത്യജീവന് യാതൊരു അർഹതയും നമുക്കില്ലായിരുന്നു. കാരണം നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, തെറ്റിപ്പോയി. അങ്ങനെ പാപിയോട് ഒരു ദാക്ഷിണ്യവും ദയവും അർഹിക്കാത്ത സ്ഥാനത്ത് അത് നമുക്ക് നൽകിയ ദൈവം കാണിച്ചത് മഹാകൃപയാണ്. കൃപ. അതുകൊണ്ടാണ് പറഞ്ഞത് കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തികളൊന്നും അതിന് കാരണമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. എന്ന് വെച്ചാൽ നമുക്കത് ലഭിക്കാൻ യാതൊരു അർഹതയുമില്ലായിരുന്നു. ഒരു നിത്യത ലഭിക്കുവാൻ, ഒരു രക്ഷ ലഭിക്കുവാൻ, ഒരു നീതീകരണം ലഭിക്കുവാൻ യാതൊരു സാധ്യതയും നമുക്കില്ലായിരുന്നു. എന്നാൽ ആ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് അത് നൽകി. അത് ദൈവത്തിന്റെ മഹാകൃപയാണ്. എന്നാൽ മറ്റൊരു സാധ്യത നമുക്കുണ്ടായിരുന്നു, ഒരു അർഹിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. അതെന്താണ്? പാപം ചെയ്ത ദേഹി മരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ്. അപ്പോൾ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മരിക്കുക തന്നെ വേണം. ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ച അനുഗ്രഹ പ്രസ്താവന നീതി. ആ നീതി പലപ്പോഴും നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നിയമം നടപ്പാക്കുന്നിടത്ത് പലപ്പോഴും കരുണ ലഭിക്കണമെന്നില്ല, അല്ലെ? നിയമവും കരുണയും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകാറില്ല. നിയമമായി ഇപ്പം നമ്മള് ഈ ദേശത്ത് ജീവിക്കുന്ന നമുക്ക് എവിടെ ചെന്നാലും ഇപ്പോഴാണെങ്കിൽ എന്ത് ഭവ്യതയുടെ ആൾക്കാർ വളരെ ഡിസ്റ്റൻസിങ് ഒക്കെ പുലർത്തിക്കൊണ്ട് സേഫ് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ക്യൂ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് ഒരു നിയമമാണ്, ഒരു സിവിൽ റൂളാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിലെ ഒരു നിയമമാണ് ക്യൂ നിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഒരു ആശുപത്രിയുടെ വാതിക്കൽ ക്യൂ നിൽക്കുമ്പോൾ നമ്മളെക്കാട്ടിൽ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗി വരുന്നു, അവനും അവിടെ ക്യൂവിൽ നിന്ന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അവന്റെ ജീവൻ പോകും. ഒക്കത്തില്ല, ക്യൂവിൽ നിന്നേ പറ്റത്തുള്ളൂ, ഞാൻ ആ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞാൽ നിയമം അവിടെ ജയിച്ചു. പക്ഷെങ്കിൽ എന്തില്ലാതായി? കരുണയില്ലാതായി. എന്നാൽ അവിടെ നിയമത്തെ മറികടന്ന് ആ വ്യക്തിക്ക് ഡോക്ടറെ കാണാൻ നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് കാണിക്കുന്നത് കരുണയാണ്. നിയമം അവിടെ തോറ്റു, കരുണ ജയിച്ചു. ഇതേപോലെ നിയമപ്രകാരം ദൈവത്തിന് മരണത്തിന് നമ്മളെ ശിക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു ദൈവം. ഒരു സാധ്യതയുമില്ല അവിടുന്ന്. നിയമപ്രകാരം നമ്മൾ അർഹിച്ചിരുന്നത് മരണമാണ്. എന്നാൽ അർഹിച്ചിരുന്ന ആ മരണം തരാതെ നമുക്ക് അർഹിക്കാത്ത നിത്യജീവൻ തന്നു. അപ്പൊ അർഹിച്ചിരുന്നത് തന്നില്ല, അർഹിക്കാത്തത് തന്നു. അതാണ് കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അർഹിക്കാത്തടത്ത് അർഹിച്ചത് കൊടുക്കാതിരിക്കുന്നതാണ് കരുണ എന്ന് മനസ്സിലാക്കി വേണം ഈ പ്രസ്താവന മുൻപോട്ട് നമ്മൾ പഠിക്കാൻ. ഇത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കടക്കണം, എങ്കിൽ മാത്രമേ മുൻപോട്ട് ഈ കാര്യത്തെ ഗ്രഹിക്കാൻ സാധ്യത്തുള്ളൂ. അപ്പൊ പിതാവായ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഇടയ്ക്ക് തടസ്സമായി നിന്ന പാപത്തെ യേശു നീതീകരിച്ച് മാറ്റിയത് കൊണ്ട് ഇപ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്.
നമുക്ക് സമാധാനം ലഭിച്ചല്ലേ? ദൈവവുമായിട്ടൊക്കെ സമാധാനം ലഭിച്ചു. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിച്ച് മുൻപോട്ട് പോകാം. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 5:8. ദൈവം നമ്മോട് കാണിച്ച കരുണയെ കുറിച്ച് പറയാനാണ് ഈ ഒന്ന് രണ്ട് വാക്യങ്ങൾ പ്രസ്താവിക്കുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് വേണമെങ്കിൽ സ്നേഹം മാറ്റി കരുണയെന്ന് ചേർക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള കരുണയെ പ്രദർശിപ്പിച്ചു, അല്ലെ? ആ സ്നേഹത്തിലൂടെ നമ്മോട് കാണിച്ചത് കരുണയെ. കാരണം എന്നാ? പാപിയായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ നീതിമാന്മാരായിരുന്നപ്പോഴല്ല നമ്മെ സ്നേഹിച്ചത്. സ്നേഹിക്കപ്പെടുവാൻ ഒരർഹതയില്ലാതിരുന്നപ്പോഴാണ് നമുക്ക് അർഹിച്ചിരുന്നത് തരാതെ നമ്മളെ സ്നേഹിച്ചത്. മരിക്കന്റെ സ്ഥാനത്ത് നമ്മെ സ്നേഹിച്ചു. അത് നമ്മോട് കാണിച്ച കരുണയാണ്. മറ്റൊരു വാക്യം, കരുണയും കൃപയും രണ്ടും ഒരേപോലെ വരുന്ന ഒരു വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. Ephesians chapter 2 verse 4 and 5 tells us both about grace and mercy. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കണേ, കരുണാസമ്പന്നനായ ദൈവം, അല്ലെ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ കൃപയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് നമുക്ക് ലഭിച്ച കൃപയാ. രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച കൃപയാണ്, അല്ലെ? നമ്മൾ രക്ഷയ്ക്ക് പാത്രമല്ലായിരുന്നു. രക്ഷ നമ്മൾ അർഹിച്ചതല്ലായിരുന്നു. അർഹിക്കാതിരുന്ന രക്ഷ നമുക്ക് തന്നു, അതാ കൃപ. എന്നാൽ എന്തായിരുന്നു കരുണ? കരുണ കാണിച്ചത് എവിടെയാ? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ. അപ്പൊ നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മയ്ക്ക്. നമുക്ക് അർഹിച്ചതെന്തായിരുന്നു? മരണമായിരുന്നു. അത് തരാതിരുന്നതാണ് വാസ്തവത്തിൽ കരുണ. മുൻപോട്ട് പോകട്ടെ. പാപിക്ക് അർഹതപ്പെട്ടിരുന്ന മരണം എന്ന ശിക്ഷ നൽകാതിരുന്നതാണ് കരുണ. പാപിക്കൊരിക്കലും അർഹിക്കാത്ത നിത്യജീവൻ നൽകിയതാണ് കൃപ. അപ്പോൾ what is mercy? The mercy means God didn't give us the punishment of death and gave us mercy, shown his mercy to us. On the other hand, God gave us the undeserving salvation, and he has shown his grace to us. So one was deserving and another was undeserving. So giving the undeserving is grace, and not giving the deserving is mercy. So let us understand this and go forward. ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ച നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ആ ബി ആറ്റിറ്റ്യൂഡിന്റെ രണ്ടാമത്തെ ഭാഗം. ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എവിടെ നിന്ന് കരുണ ലഭിച്ചു? ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ ലഭിച്ചു. അപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് കരുണ കൊണ്ടാണ്. ആരുടെ കരുണ കൊണ്ടാണ്? ദൈവത്തിന്റെ മഹാദയയും കരുണയുമാണ് നമ്മൾ ആയിരിക്കുന്നത്. ആമേൻ. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം ദൈവത്തിന്റെ കരുണയാണ്. കരുണ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സ്ഥിതിയിൽ എത്തത്തില്ല. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയത്തില്ല. കാരണം നമ്മൾ അതൊന്നും അർഹിച്ചിരുന്നില്ല. അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം കാണിച്ച മഹാദയയും കരുണയുമാണിത്, അല്ലെ? ഇനിയും അങ്ങനെ കരുണ പ്രാപിച്ച നമ്മള് കരുണ കാണിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഒരു ബോധം നമ്മെ ഭരിക്കണം.
കരുണയാലാണ് ഞാൻ ആയിരിക്കുന്നത്, കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സ്വഭാവം എന്റെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുവാൻ, പ്രകടിപ്പിക്കുവാൻ, ആക്ഷനിൽ വരുത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നൊരു ബോധം നമ്മെ എപ്പോഴും ഭരിക്കണം. ഇതാണ് ഈ ബിയാറ്റിറ്റ്യൂഡിൽ പലയിടത്തും നമ്മെ പഠിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ച, വളരെ വിശദമായി കർത്താവ് പഠിപ്പിച്ച ഒരു സബ്ജക്റ്റാണിത്. അതിന് ഒരുപാട് തെളിവുകൾ വേദപുസ്തകത്തിൽ തരാനുണ്ട്. ആരോടാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത്? ഉപദ്രവിച്ചവരോട്, നിന്ദിച്ചവരോട്, അപവാദം പറഞ്ഞവരോട്, തനിക്ക് വിരോധമായി പാപം ചെയ്തവരോട് ഒക്കെ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞത്? കരുണ കാണിക്കണം, അല്ലെ ക്ഷമിക്കണമെന്നാ പറയുന്നത്. കരുണ കാണിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ത്? ക്ഷമ, അല്ലേ? അതൊക്കെ വിശദമായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും, ആ പ്രാർത്ഥനയ്ക്കകത്ത് പോലും കർത്താവ് പറഞ്ഞൊരു പദപ്രയോഗം ഇങ്ങനെയാണ് പഠിപ്പിച്ചപ്പോൾ. എന്താണ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാ ഓർപ്പിച്ചത്. In the Lord's Prayer, God reminded the disciples when he taught them to pray, and he told them how to pray. He taught them how to pray. And forgive us our debts as we forgive our debtors. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വെച്ചാൽ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ കരുണ കാണിച്ചതുപോലെ ഞങ്ങളോടും കരുണ കാണിക്കണമേ എന്നാ പറഞ്ഞതിന്റെ സാരം. അപ്പോൾ എവിടെ കരുണ കാണിക്കണം? നമ്മൾ ആദ്യം കരുണ കാണിക്കണം. അപ്പൊ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും പറയുന്ന, കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയില് ഞങ്ങളുടെ സമസൃഷ്ടങ്ങളോട്, ഞങ്ങളുടെ സഹോദരങ്ങളോട്, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട്, ഞങ്ങളുടെ അയൽവാസികളോട്, നെയ്ബേഴ്സിനോട് ഞങ്ങൾ കരുണ കാണിച്ചത് പോലെ ഞങ്ങളോട് കരുണ കാണിക്കണമെന്നാ പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുണ കാണിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കത് പ്രാർത്ഥിക്കാനുള്ള പ്രായോഗികമായ അധികാരമുള്ളൂ, അല്ലെങ്കിൽ അവകാശമുള്ളൂ. ദൈവത്തിനും അതിന്റെ വെളിച്ചത്തിൽ മാത്രമേ നമ്മളോട് ഇടപെടുവാനുള്ള ആവശ്യകതയുള്ളൂ. നമ്മൾ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ക്ഷമിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം നമ്മോട് ക്ഷമിച്ചു തരേണ്ടത്? അപ്പം ക്ഷമിച്ചിട്ട് ദൈവത്തോട് പറയാൻ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. കരുണ കാണിച്ചിട്ട് ദൈവത്തോട് പറയാൻ, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. കരുണ കാണിച്ചാൽ കരുണ ലഭിക്കുമെന്നാ പറഞ്ഞത്. അത് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി കർത്താവ് ഒരു ഉപമ ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് ആ വിഷയം. 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഓർപ്പിച്ചൊരു വാക്യമാണത്. മാത്യു ചാപ്റ്റർ 18:21, അല്ലെ? പത്രോസ് ചോദിച്ച ഒരു ചോദ്യം അവിടെ ഉണ്ട്. ആ ഒരു സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പത്രോസ് അല്പം എക്സാജറേറ്റ് ചെയ്താണ് പത്രോസിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ ആ വിഷയം ഈ ഭാഗം എടുത്ത് ഓർപ്പിച്ചത്. വാസ്തവത്തിൽ 7 പത്രോസ് ചോദിക്കാൻ കാര്യമല്ല. കാരണം ന്യായപ്രമാണം ശരിക്ക് പാലിക്കുന്ന റബ്ബായിമാര്, അവരുടെ ഗുരുക്കന്മാർ, അവരെ പഠിപ്പിച്ചിട്ടുള്ളത് 3 വട്ടം ക്ഷമിക്കാനാണ്. ഏതൊരുത്തനോടും 3 വട്ടം ക്ഷമിച്ചാൽ മതി. 4-മതും അവൻ അതേപോലെ കുറ്റം ചെയ്താൽ പിന്നെ അവരോട് ക്ഷമിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന തത്വം. അങ്ങനെയാണെങ്കിൽ പത്രോസ് ഒരല്പം കൂടെ അങ്ങ് കൂട്ടി. 3 പഠിപ്പിച്ചിട്ടുള്ളത്. 3ന്റെ ഇരട്ടി 6 പോരാഞ്ഞ് പത്രോസിന്റെ കയ്യിൽ നിന്ന് ഒന്നുകൂടെ കിട്ടും. 7 മതിയോ എന്നാ ചോദിച്ചതിന്റെ അർത്ഥം. അപ്പോൾ അവൻ പറഞ്ഞിടത്തൊന്നും കർത്താവ് നിന്നില്ല. ക്ഷമിക്കുന്ന വിഷയം വന്നപ്പോൾ, കരുണ കാണിക്കുന്ന വിഷയം വന്നപ്പോൾ 7 പോരാ പത്രോസെ, നീ 7 × 70 490 ടൈംസ് ക്ഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞതിന്റെ സാരം. ആ ഭാഗം പറഞ്ഞിട്ട് താഴോട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ ഒരു ഉപമ പ്രസ്താവിച്ചിട്ടുണ്ട്, അല്ലെ? 23 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്നോട് കൂടെ ആ ഭാഗം ഒന്ന് ചിന്തിച്ചാട്ട്.
അവിടെ എഴുതിയിരിക്കുന്ന സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അപ്പോൾ ഒരുവൻ കടക്കാരനാൽ ന്യായമായ നിലയിൽ അവനുള്ളതെല്ലാം കൊടുത്താലും അവന് തീർക്കാൻ പറ്റാത്തൊരു കടം. ഇതേ അവസ്ഥയിലായിരുന്നു നമ്മളും. നമുക്കുള്ളതെല്ലാം കൊടുത്താലും തീർക്കാൻ പറ്റാത്തൊരു കടത്തിലായിരുന്നു നമ്മൾ ദൈവവുമായിട്ട്. കാര്യം എന്നാ? ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാട്ടിലും വലുതാണ്. ആ സർവ്വലോകത്തെക്കാട്ടിലും വലുതായിരുന്ന ആത്മാവിനെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ തിരികെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വില കൊടുക്കുവാൻ നമ്മുടെ ഇല്ല. ഇപ്പോൾ ആ ആത്മാവ് മരണത്തിലാണ് കിടക്കുന്നത്. ആ മരണത്തിൽ കിടക്കുന്ന ആത്മാവിനെ ആ മരണത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ തത്വപ്രകാരം അതിന് പകരം മറ്റൊരു ജീവൻ കൊടുത്തെങ്കിലേ മതിയാകൂ. അതിനാരാ ഇവന് വേണ്ടി ജീവൻ കൊടുക്കുന്നത്? ആരുമില്ല. അപ്പൊ പിന്നെ എന്താണ് ഇവന് വേറെ ഒരു രക്ഷാമാർഗമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ രക്ഷാമാർഗം ഇല്ലാതിരുന്നത് പോലെ തന്നെ ആ ഒരു അവസ്ഥയെ കാണിക്കാനാണ് ഈ 10,000 താലന്ത് എന്നൊക്കെ. നമ്മളൊക്കെ ഇവിടുത്തെ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാല് ഒരു $10 ലക്ഷം ആണെന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ, അവന്റെ കടം. അവനെ കൊണ്ട് അത് തീർക്കാൻ പറ്റത്തില്ല. അവനുള്ളതൊക്കെ വിറ്റ് പറക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവന്റെ മറുപടി എന്തുവാ? അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടം ഇളച്ചു കൊടുത്തു. നോക്കണേ, എന്നാ കുറച്ചുതാ, ബാക്കി പിന്നെ കിട്ടുമ്പം തന്നാ മതി എന്നൊന്നും പറഞ്ഞില്ല. മൊത്തം അങ്ങ് ഇളച്ചു കൊടുത്തു, മുഴുവൻ. ഇങ്ങനല്ലേ സ്വർഗം നമുക്ക് ഇളച്ചു തന്നത്? ഇച്ചിരിയെങ്കിലും ബാക്കി വെച്ചോ കർത്താവില്ല. പിന്നീട് ഒരിക്കലും ഓർക്കാതെ വണ്ണം നമ്മുടെ സകല പാവവും കണ്ടലിൽ ദൈവം താഴ്ത്തിക്കളഞ്ഞു, അല്ലേ? താഴ്ത്തിക്കളഞ്ഞു. പിന്നെ അവൻ ഒട്ടും ഓർത്തില്ല പിന്നീട്, അല്ലേ? നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ചു. പിന്നീട് പാപത്തിന്റെ ഒരു കറയും നിൽക്കാതെ പിന്നീട് അതിനെ ഓർക്കാതെ വണ്ണം മുഴുവനായി ക്ഷമിച്ചു. 10,000 ഉള്ളതില് എന്നാ 500 തന്നേച്ച് നീ പൊക്കോന്ന് പറഞ്ഞില്ല, 100 തന്നേച്ച് പൊക്കോ, നിനക്ക് എത്ര തരം അതറെന്താ എന്നൊന്നും പറഞ്ഞില്ല. കാരണം ഒന്നും കൊടുക്കാൻ ഇവന്റെ കയ്യിൽ ഇവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇവന് അർഹിച്ചിരുന്നത് ജയിലാണ്. പക്ഷെങ്കിൽ ആ ജയില് കൊടുക്കാതെ അവന് മൊത്തം മോചിച്ചു കൊടുത്തു, ഇളച്ചു കൊടുത്തു, അവനോട് കരുണ കാണിച്ചു. ഇനി അടുത്ത സംഭവം, ഇവൻ അങ്ങോട്ട് പോകുന്ന വഴിയില് അവൻ ഒരു 100 രൂപ കൊടുക്കാനുള്ളവനെ കണ്ടു. അവൻ എന്റെ തൊണ്ടയ്ക്ക് പിടിക്കുന്ന വഴിയിലേക്ക് കയറി കൊങ്ങാക്കി പിടിച്ചു. 10,000 ക്ഷമിച്ച് കിട്ടിയച്ച ഇങ്ങോട്ട് വരുന്നത്. പക്ഷെങ്കിൽ അവന് 100 കൊടുക്കാനുള്ളവരെ കണ്ടപ്പോ കയറി കൊങ്ങാക്കി പിടിച്ചു. ഇത് കണ്ടപ്പോൾ രാജാവിന്റെ ഭൃത്യന്മാർക്കെല്ലാം വലിയ പ്രയാസം. എടാ, ഇവൻ ജയിലിൽ കിടക്കുന്നുണ്ട്, ഇവന്റെ കടം 10,000 പക്ഷെ ഒരു പാവം പിടിച്ചോ 100 രൂപ തന്നേക്കാമെന്നൊക്കെ പറഞ്ഞ് വീണ് കിടന്ന് യാചിച്ചിട്ടും കാല് പിടിച്ചിട്ടും പറ്റിയില്ല. അവനെ എന്തോ ചെയ്തെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്, കടം തീർക്കുക എന്ന് പറഞ്ഞു അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടു പോകണം അവനെ തടവിലാക്കിച്ചു. ഇവന് തടവ് കിട്ടേണ്ടതായിരുന്നു, ഇതിലും വലിയ അവനെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു ശിക്ഷയ്ക്ക്. എന്നാൽ ഒരു കടത്തിന്, എന്നാൽ അത് മുഴുവൻ ഇളച്ചു കിട്ടിടത്ത് ഈ 100 തരാനുള്ളവരോട് ഒരു ക്ഷമ കാണിക്കാൻ ഇവന് തോന്നിയില്ല, കരുണ കാണിക്കാൻ ഇവന് തോന്നി. ഒടുവിൽ അവിടെ 33-ാം വാക്യം, അതാണ് പ്രസക്തം. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുമ്പോഴും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാൻ ഞാൻ
സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നോക്കണേ, ഹൃദയപൂർവം നമ്മൾ കരുണ കാണിക്കാതിരുന്നാൽ നമ്മുടെ സഹോദരന്മാരോട് അങ്ങനെ ചെയ്താൽ ആമേൻ സ്വർഗത്തിലെ ദൈവവും നമ്മളോട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞതിന്റെ സാരം. സ്തോത്രം. അത് മുൻപോട്ട് പോകട്ടെ, സമയം പോകുന്നല്ലോ. നമ്മൾ പലപ്പോഴും ഈ കരുണയെ തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു പദപ്രയോഗമുണ്ട്, കമ്പാഷൻ. അല്ലെ? ആരെങ്കിലും വിശന്ന് ദാഹിച്ചിരിക്കുകയാണ്, അവൻ അല്പം ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അതിനെ കരുണയായിട്ടൊക്കെയാ തോന്നുന്നു. അത് കരുണയല്ല, അത് ദയയോ മനസ്സലിവോ എന്ന അനുകമ്പ എന്നൊക്കെ പറയാം. അല്ലെ? സഹാനുഭൂതി തോന്നും നമുക്ക്. അല്ലെ? ഒരു വ്യക്തിയോട് അവന്റെ അവസ്ഥയിലുള്ള, അവൻ വിശന്നിരിക്കുന്നു, അവന് സഹാനുഭൂതി തോന്നി, അവന് കൊടുക്കും. അത് കമ്പാഷനാണ്, അത് കരുണയല്ല. കരുണയും കമ്പാഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നീതിയും കരുണയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നിയമത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പലപ്പോഴും നമുക്ക് എന്തോ കിട്ടുന്നില്ല, കരുണ കിട്ടുന്നില്ല. ഞാൻ ആ ഭാഗം വായിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ ഓർമ്മയിലേക്ക് വന്നത്, ആമേൻ, ഞാൻ പാർക്കുന്ന റാന്നിക്കടുത്ത് നടന്ന ഒരു വലിയ പുരാതനമായ ഒരു പ്രശസ്തമായ കൊലക്കേസിനെ കുറിച്ചാണ്. ആ കൊലക്കേസ് അറിയപ്പെടുന്നത് ഒരു മറിയക്കുട്ടി കൊലക്കേസ് ആണ്. അല്ലെ? റാന്നിക്കടുത്ത് നടന്നൊരു സംഭവമാണ്. അതിനകത്തെ പ്രതിയാക്കപ്പെട്ടത് ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന് നിയമപ്രകാരം കോടതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ല. തനിക്ക് കോടതിയിൽ നിന്ന് നിയമത്തിന്റെ മുൻപാകെ തനിക്ക് നീതിയിൽ ലഭിച്ചില്ല, കരുണയിൽ ലഭിച്ചില്ല. താനല്ല ചെയ്തതെന്നുള്ളത് തനിക്കറിയാം. എന്നാൽ പിന്നീട് നമുക്ക് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ആ പുരോഹിതൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് മാത്രം യഥാർത്ഥത്തിൽ ആ കുറ്റം ചെയ്ത കുറ്റവാളി ചെന്നത് ഏറ്റു പറഞ്ഞ് ഞങ്ങളായിരുന്നു അത് ചെയ്തതെന്ന് പറഞ്ഞത് ഏതാണ്ട് 35-40 വർഷത്തോളം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പുരോഹിതന്റെ ജീവിതമൊക്കെ അവസാനിച്ചു. താന് ഈ വേദനയില് ആമേൻ തന്റെ ജീവിതം ഏതാണ്ടൊക്കെ ഇല്ലാതായ അവസ്ഥയിലാണ്. പക്ഷെങ്കിൽ താൻ അന്നേ അത് ഇവര് ഈ ചെയ്ത കുടുംബം അവരുടെ തലമുറകളെല്ലാം ഓരോന്നായിട്ട് പലവിധ ദീനത്തിലും ഭ്രാന്തി പിടിച്ചുമൊക്കെ വളരെ ശിക്ഷ അനുഭവിച്ചു വന്നപ്പോൾ അവർക്കൊരു തോന്നൽ, ഒരു പക്ഷെങ്കിൽ ഈ പുരോഹിതന്റെ ശാപമായിരിക്കാം നമ്മൾ ഇങ്ങനെ പോകുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ ചെന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ആമീൻ ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. ഈ പുരോഹിതന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? എനിക്കറിയായിരുന്നു ഞാനല്ല അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചെയ്തത് ആരാണെന്നും എനിക്കറിയായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ അന്നേ അത് ക്ഷമിച്ചു, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് തിരിച്ചു പറയുകയില്ല. സ്തോത്രം. ആരോടാ ക്ഷമിച്ചെന്ന് പറഞ്ഞത്? തന്നെ കഴിഞ്ഞ 40 കൊല്ലം ഒരു കൊലപാതകിയാക്കി ലോകത്തിന്റെ മുൻപിൽ ചിത്രീകരിച്ച് തന്റെ ശുശ്രൂഷ അവസാനിച്ച് ഒരു പട്ടക്കാരൻ ഇത്രമാത്രം നാണക്കേടുണ്ടാക്കിയ വ്യക്തികളോട് താൻ പറയുകയാണ് ഞാൻ ക്ഷമിച്ചു. അല്ലെ? അവരോട് ക്ഷമിക്കുമ്പോഴാണ് സ്വർഗം ക്ഷമിക്കുന്നത്. അല്ലെ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ എന്റെ ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പലരും കണ്ടിട്ടുള്ള ഒരു അനുഭവം. ഒറീസയിൽ നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസും കുഞ്ഞുങ്ങളും ആമീൻ തീ വെച്ച് കൊല്ലപ്പെട്ടു. അറിയാവുന്ന സംഭവമാണ്. സ്തോത്രം. അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് ചോദിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് അത് ചെയ്തവരോട് യാതൊരു വിരോധവുമില്ല, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ആരോടാ ക്ഷമിച്ചത്? തന്റെ ഭർത്താവിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും അതിദാരുണമായി ആമീൻ ഒരു മൃഗത്തെക്കാട്ടിൽ കഷ്ടമായി ആ വണ്ടിക്കകത്തിട്ട് ചുട്ടുകരിച്ച കാട്ടാളന്മാരോട്, കിരാതന്മാരോട് ആമീൻ അവരോട് പറയുകയാണ് ക്ഷമിച്ചത്. എനിക്ക് നിങ്ങളോട് യാതൊരു പിണക്കവും ഇല്ല, എനിക്ക് അവരോട് സ്നേഹമേ. സ്തോത്രം.
അർഹതയില്ല അവർക്ക് ഒരു ക്ഷമയ്ക്ക് വേണ്ടി. സ്നേഹം ലഭിക്കുവാൻ ഒരു അർഹതയും അവർക്കില്ല. എന്നാൽ ആ സ്ഥാനത്താണ് പറയുന്നത് ക്ഷമിച്ചു. ഇങ്ങനെ ക്ഷമ കാണിക്കാനുള്ള ഒരു കൃപയാണ് വാസ്തവത്തിൽ കരുണ എന്ന് പറയുന്നത്. അത് ആ ഒരു സ്വഭാവത്തിലേക്ക് വരുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന കരുണ. സ്തോത്രം. നിയമവും കരുണയും തമ്മിൽ ബന്ധിപ്പിച്ച് പൗലോസ് അപ്പോസ്തലന്റെ, യാക്കോബ് അപ്പോസ്തലന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 13, കരുണ കാണിക്കുന്നവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. കണ്ടോ? ഒരു പക്ഷെങ്കിൽ ഈ ഒരു വാക്യം നമ്മൾ ആരും ഇതിനു മുമ്പ് കാര്യമായിട്ട് ശ്രദ്ധിച്ചു കാണത്തില്ല. എന്താണ് ഇത് പറയുന്നത്? കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. നോക്കണേ, ഒരു പക്ഷെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നമ്മളോട് ഓരോരുത്തരോടും ദൈവവചനത്തിന് സംസാരിക്കാനുള്ള ഒരു വിഷയം ഇതാണ്. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. ആർക്കും ഒരു ന്യായവിധി ഉണ്ട്. എല്ലാവരും ഒരു ന്യായവിധിയുടെ മുൻപാകെ നിന്നേ പറ്റത്തുള്ളൂ. അന്ന് നമുക്ക് കരുണ ലഭിക്കുമോ? അല്ലേ? സ്തോത്രം. ആ ദിവസമൊക്കെ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്തുവാ ബലപ്പെട്ടിരിക്കേണ്ടത്? നീ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് സമസൃഷ്ടികളോടും സമജീവികളോടും ഒരു കരുണയും കാണിക്കാതെ നടന്നേച്ച് എന്നെ ബലപ്പെടുത്തി നിർത്തണമെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? അപ്പൊ കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സ്തോത്രം. അല്ലെ? എന്തുമായിക്കോട്ടെ നിയമം പറയുന്നത്, നിയമപ്രകാരം എന്തും പറയട്ടെ, നിയമത്തിന്റെ മുകളിൽ നിൽക്കും നീ കാണിക്കുന്ന കരുണ. നിയമം നോക്കിയാൽ പലരോടും നമുക്ക് ക്ഷമിക്കാനൊക്കത്തില്ല. നിയമം നോക്കിയാൽ നമുക്ക് പലരോടും കരുണ കാണിക്കാനൊക്കത്തില്ല. കാര്യം എന്നാ നമ്മൾ പറയുന്നത്? അവനല്ലയോ എന്നോട് അത് കാണിച്ചത്, അവനല്ലയോ ആദ്യം അത് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് വല്ലതും ചെയ്തിട്ടാണോ അവൻ എന്നെ ഉപദ്രവിച്ചത്? അപ്പൊ പിന്നെ അവൻ വന്ന് ക്ഷമ ചോദിക്കട്ടെ, ഞാൻ എന്തിനാ? എടാ, അവൻ നിന്നോട് എന്താണ് പറയുന്നത്? കുറ്റം ചെയ്തു, അവൻ നിന്നെ ഉപദ്രവിച്ചു, അവൻ നിന്നെ ചീത്ത വിളിച്ചു, അവൻ നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വരാൻ നിൽക്കാതെ അവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവന്റെ ബലഹീനത മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് അവനെ ക്ഷമിച്ച് ചേർത്ത് നിർത്തുന്നതാ കരുണ. ആ സ്വഭാവത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, പോട്ടെ. ഒരാളുടെ സ്ഥാനത്ത് കയറി നിന്ന് അവരെ പോലെ ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിലേ കരുണ കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ? ഒരു കുറ്റവാളിയാണ് അവനെ കണ്ട് അവന്റെ സ്ഥാനത്ത് കയറി നിൽക്കുവാൻ നമുക്കൊന്ന് മനസ്സിലാക്കണം. ഗിരിപ്രഭാഷണത്തിന്റെ മറ്റു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ഇന്ന് സമയം അനുവദിച്ചാൽ അതിന്റെ ഒരു ഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് ഇച്ചിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 103-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യത്തില് അവൻ ഇങ്ങനെയാണല്ലോ ഓർമ്മിക്കുന്നത്: അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. സ്തോത്രം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് അതേ സങ്കീർത്തനത്തിൽ ഓർമ്മിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. അത് എത്രാമത്തെ വാക്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 10-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവൻ നിന്റെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. 10-ാം വാക്യമാണ്, അല്ല, അടുത്ത വാക്യമായിരിക്കണം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അപ്പോൾ എന്താണ് 14-ാം വാക്യം? For he knows our frame, he remembers that we are dust. അല്ലെ? ആരോർക്കുന്നു? നമ്മോട് ദയയും കരുണയും കാണിച്ച ദൈവം നമ്മെ ഓർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ സ്ഥാനത്ത് കയറി നിന്ന് ചിന്തിക്കുവാൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ്. അല്ലെ? മനുഷ്യനോട് ദയ കാണിക്കാനും മാത്രം എന്തോ മഹാദൈവം നമ്മളോട് ഈ ദയ കാണിക്കാനും മാത്രം എങ്ങനാ സാധിച്ചെന്ന് ചോദിച്ചാൽ, ആ നീതിമാനായ ദൈവം, പരിശുദ്ധനായ ദൈവം ഈ കൃമിയും പുഴുവും പോലുള്ള മനുഷ്യന്റെ പൊടിയായ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ പ്രകൃതിയൊക്കെ അവർ മനസ്സിലാക്കി.
നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ഇതുപോലെ നമ്മളോട് ദോഷം ചെയ്തവരെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമോ? അത് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് കരുണ കാണിക്കാൻ പറ്റത്തുള്ളൂ. മണി നമ്മൾക്ക് ഞാൻ ഓർപ്പിച്ച വേദഭാഗത്തിലേക്ക് വരാം. അതുകൂടെ ആ ഭാഗങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടീച്ചിങ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. ലൂക്കോസ് എടുത്ത് ഓർപ്പിച്ച ബീറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഓർപ്പിച്ചിരിക്കുന്നത് ലൂക്കോസ് 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിന്റെ 20 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഗിരിപ്രഭാഷണത്തിന്റെ ലൂക്കോസിന്റെ വേർഷൻ, ലൂക്കോസിന്റെ പതിപ്പ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 20 മുതലുള്ള വാക്യങ്ങൾ അവരോട് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 27 മുതലുള്ള വാക്യങ്ങളാണ്. കരുണയോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു വേദഭാഗമാണിത്. ഇനിയും വായിക്കുന്ന ഈ വേദഭാഗം അപ്പാണെ അതുപോലെ അനുസരിക്കാൻ കൃപയുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന അവനെ അധികം ദിവസം ദൈവം ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം അവൻ അത്രയ്ക്ക് നീതിമാനാണ്. കാരണം അവനെ അദ്ദേഹത്തിന്റെ ദൈവം. കാരണം ഒന്ന് വായിച്ചു നോക്കപ്പം അതൊന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കുക. വേഗത്തിൽ നമുക്ക് ഒരു 15 മിനിറ്റ് നമ്മുടെ മുൻപിലുണ്ട്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ആശിക്കുന്നു. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നു, മുകളിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറയുക, ഇനി ഞാൻ പറയുന്നത് കേൾക്കാൻ. മേളിൽ പറഞ്ഞതൊക്കെ ന്യായപ്രമാണം നിങ്ങളോട് പറഞ്ഞതൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളോടും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. അല്ലെ? ശത്രുക്കളെ സ്നേഹിപ്പിൻ. നമ്മുടെ വിചാരം നമുക്കാണ് ഭയങ്കര സ്നേഹം എന്നുള്ളതാണ്. നമുക്ക് തമ്മിൽ അല്ലെ ഭയങ്കര സ്നേഹമാണെന്നുള്ള കൂട്ടായ്മയുടെ സ്നേഹവും ബന്ധവും ഒക്കെ കാണിക്കുന്നതാണ് ദൈവസഭ. ദൈവസഭയിൽ പരസ്പരം അങ്ങ് ഭയങ്കര സ്നേഹമാണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. ഒന്ന് ചിന്തിച്ചു നോക്കി, ലയൺസ് ക്ലബിലോ റോട്ടറി ക്ലബിലോ ചെന്നാല് അവർക്ക് ഇത്രയും സ്നേഹം, ചിലപ്പോൾ ഇതിലും കൂടുതൽ സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൊറോണ കാലത്ത് ദൈവസഭയിലുള്ളവരെക്കാട്ടിലും എത്രയോ സ്നേഹമാണ് പുറത്തുള്ള സംഘടനകൾ കാണിക്കുന്നത്. ഇല്ലേ? ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? സ്തോത്രം. അവര് ഈ കമ്പാഷൻ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടിലും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ഈ കൊറോണയുടെ ഇടയിൽ കൂടെ ചോറുപൊതി കൊടുക്കാനും അവരെ ആശുപത്രിയിൽ എത്തിക്കാനും ഒക്കെ കഷ്ടപ്പെടുന്ന എത്രയോ ലോകപ്രകാരമുള്ള സംഘടനകളുണ്ട്, എത്രയോ അസോസിയേഷൻസ് ഉണ്ട്, നാട്ടു സംഘടനകള്, കൂട്ടായ്മകള്, അല്ലെ? അവര് സ്നേഹം കാണിക്കുന്നില്ലേ? അവരെക്കാട്ടിൽ വ്യത്യസ്തമായ എന്തോ സ്നേഹമാണ് നമ്മൾ കാണിക്കുന്നത്. അത്രയെങ്കിലും കാണിക്കുന്നുണ്ടോ? അല്ലെ? കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും. അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹമാണ് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്താ പ്രയോജനം? അല്ലെ? താഴോട്ടത് പറയുന്നുണ്ട് കർത്താവ്. എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. സ്നേഹം തിരിച്ചു തരാത്തവരോട് നമ്മൾ സ്നേഹം കൊടുക്കാറില്ല. അതല്ല ദൈവം ആഗ്രഹിക്കുന്ന കരുണയും സ്നേഹവും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ. പറ്റുമോ? ഒക്കുന്ന കാര്യമാണോ? പകയ്ക്കുന്നവര് അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവിന് ഗുണം ചെയ്യാൻ, ഇല്ലയോ? എവിടെയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുമോ? സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മുടിഞ്ഞാലും വേണ്ടുകയല്ല, അവനൂടെ മുടിയണമെന്ന്, അല്ലേ? സ്തോത്രം. സ്തോത്രം. സാധാരണഗതിയില് നാടൻ ഭാഷയിൽ നമ്മൾ അതാണല്ലോ. സ്തോത്രം, ഇല്ലയോ? അപ്പോൾ ആ നിലയില് മറ്റുള്ളവരുടെ ദുഃഖം കാണുന്നതിൽ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ ദുഃഖം കാണുന്നതിൽ സന്തോഷിക്കുന്നവരെ, നമുക്ക് ദുഃഖം വന്നാലും കുഴപ്പമില്ല, അവനൂടെ വരണം എന്നുള്ള ആലോചന നമ്മളെ ഭരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ഇനി എന്തുവാ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ? നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലടാ എന്ന് പറഞ്ഞ് തലയെ കൈവച്ച് രാഗിയ ചില കുട്ടികളുണ്ടല്ലോ. അവന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് ഒഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കർത്താവേ, എന്നെ കഴിഞ്ഞ ദിവസം രാഗിച്ചു പോയ തോമാച്ചനെ അനുഗ്രഹിക്കണേ, അവന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു കുറവുണ്ടോ? ഇതാ ദൈവം ആഗ്രഹിക്കുന്ന കർമ്മം നമ്മളിൽ നിന്ന്.
സ്വഭാവം. സ്തോത്രം. പിന്നെ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കും. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നമ്മുടെ വീട്ടുകാരെ, നാട്ടുകാരെ, സ്വന്തക്കാരെ, സഭയിലുള്ളവര്. ഇത്രയും കൊണ്ടൊക്കെ നമ്മുടെ പ്രാർത്ഥന നിൽക്കും, അല്ലയോ? ആദ്യം നമ്മുടെ വീട്ടിലുള്ളവര്, നമ്മുടെ മക്കള്, പിന്നെ നമ്മുടെ അപ്പന്മാര്, ഉപ്പാപ്പന്മാര്, മാവിമാര്, ഇവരെയൊക്കെ കഴിഞ്ഞു. വല്യമ്മയൊക്കെ തീർന്നു കഴിയുമ്പോൾ പിന്നെ സഭയിലുള്ളവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാല് സ്തോത്രം, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തീരും. അതിനപ്പുറത്തോട്ടൊന്നും പോകാൻ നമുക്ക് ലിസ്റ്റില്ല. സ്തോത്രം. പക്ഷെങ്കില് നമ്മളെ ദുഷിച്ചവർക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, നമ്മളോട് ദോഷം ചെയ്തവരെ ഓർത്ത് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? അടുത്തത് പറയുന്നു, നിന്നെ ഒരു ചകിട്ടം തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കാം. നിന്റെ പിന്നെ ഒരു ചകിട്ടം തടിച്ചേച്ച് കൊള്ളാം, ഞാൻ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ മാറത്തുള്ളൂ, അല്ലേ? ഒരു ചകിട്ടം തടിച്ചേച്ച് മറ്റേ ചകിട്ടൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്താ പ്രിയപ്പെട്ടവരെ യേശുവിനെ പഠിപ്പിക്കലുകൾ. നമ്മൾ പഠിച്ചിട്ടുള്ളത് കർത്താവിന്റെ എന്താണ് പറയുന്നത്, 7 അടിസ്ഥാന ഉപദേശങ്ങൾ: മാനസാന്തരം, സ്നാനം, പിന്നെ പരിശുദ്ധാത്മാഭിഷേകം, കർത്തൃവേശ, പിന്നെ കൂട്ടായ്മ, പ്രാർത്ഥന. ഇതൊക്കെ നമ്മൾ വളരെ കാണാപ്പാടം പറഞ്ഞു നമ്മൾ വലിയ പുള്ളികളാന്ന് പറഞ്ഞ് നടക്കുക. ഇവിടെയാ പഠിപ്പിച്ച് കിടക്കുന്നത്. ഗുരു പഠിപ്പിച്ചത് ഇവിടെയാ. ഈ സ്വഭാവമുള്ളവനാ ദൈവരാജ്യത്തിൽ പോകുന്നു, അല്ലെ? മറ്റേതൊക്കെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊള്ളാം, നല്ല കാര്യമാണ്, ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല, അത് വേണം. പുതിയ നിയമസഭയിൽ ദൈവം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകളാതൊക്കെ, അതൊക്കെ നമ്മൾ പാലിച്ചു. പക്ഷെ ഈ ഗുണത്തിലേക്ക് വന്നില്ല, ഈ സ്വഭാവത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്താ പ്രയോജനം? ഒരു ചകിട്ട് തടിക്കുന്നവന് മറ്റേതുകൂടെ കാണിച്ചു കൊടുക്കാം. അടുത്തത്, നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രം തടുക്കരുത്. എന്തുവാ അതിന്റെ അർത്ഥം? ഒരുത്തം വന്ന് അടുത്തിട്ട് പുതപ്പെടുത്തു. അവനോട് പറയുക, സഹോദര, നിനക്ക് ഉടുപ്പില്ലെങ്കിൽ ഈ ഉടുപ്പൂടെ കൊണ്ടുപോകും. നടക്കുന്ന കാര്യമാണോ? സ്തോത്രം. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത്, കഴിഞ്ഞിടയില് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു ചാരിറ്റി പ്രവർത്തനം ഇവിടെ സഭയിൽ നടത്തിയായിരുന്നു, അല്ലേ? പഴയ തുണികൾ കളക്ട് ചെയ്യാൻ. ഇവിടെ വെക്കാൻ പറ്റാത്തതുപോലെ തുണി ഇങ്ങ് വന്നു, ഇല്ലയോ? നമ്മുടെ ആൾക്കാരുടെ ആ നല്ല സ്വഭാവം എന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് അത്രയും തുണി വന്നത്? കാരണം ഈ പഴയതൊന്ന് മാറിയെങ്കിൽ മാത്രമേ പുതിയത് മേടിക്കാൻ ഒക്കത്തുള്ളൂ. കാരണം വെക്കാൻ ഇപ്പൊ വീട്ടിൽ സ്ഥലമില്ല. പഴയതും കൊണ്ട് ഗതി മുട്ടിയത് കൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ലോഡ് കണക്കിന് ആ കൺസൈൻമെന്റ് വിട്ട് കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ല കരുണ. അത് വാസ്തവത്തിൽ നീ പ്രത്യേകിച്ച് ഒരു കരുണയും കാണിച്ചില്ല. പിന്നെ ആ വസ്ത്രം മേടിച്ചവര് നിന്നോടൊരു ദയ കാണിച്ചെന്തുവാ? നിന്റെ വീട്ടിലെ സ്റ്റോറേജ് പ്രോബ്ലം ഒഴിവാക്കുന്നത്. നീ വലിയ കാര്യമൊന്നുമല്ല ചെയ്തത്. അവിടെ നിനക്ക് എക്സസ് ആയിട്ടുള്ളത്, നിനക്ക് വേണ്ടാത്തത് ഒരുത്തന്റെ തലയിലോട്ട് അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്തു, സ്വർഗത്തിൽ ഏതാണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുക. നിന്റെ വീട്ടിലെ അലമാരി കാര്യമാക്കി തന്നതിന് അത് കൊണ്ടുപോയവരോട് നന്ദി പറയണം. അതല്ലേ വാസ്തവത്തിൽ നടന്നത്. അല്ലാതെ അതിനകത്ത് ഏതാണ്ട് കമ്പാഷൻ നടന്നു, അതിനകത്ത് ഏതാണ്ട് കരുണയുണ്ട്. ഒരു കരുണയുണ്ടായില്ല. സ്തോത്രം. നിനക്കുള്ള എക്സസിൽ നിന്ന് കൊടുക്കുന്നതല്ല മേഴ്സി. മനസ്സിലായോ? പതപ്പ് ചോദിച്ചു വരുന്നവോട് അവന്റെ അവസ്ഥ മനസ്സിലാക്കി, എടാ ഇവൻ തണുത്തു കുറച്ച് ഒരു പുതപ്പില്ലാതെ നിൽക്കുകയാണെന്നല്ലോ, അവൻ ഒരു പക്ഷെങ്കില് ഈ അവസ്ഥയിൽ വന്ന് എന്റെ പുറപ്പെടുത്തെങ്കില് അവൻ ഒരു ഉടുപ്പോ അവന് ധരിക്കാൻ മറ്റു വസ്ത്രമോ കാണത്തില്ല. അങ്ങോട്ട് ചോദിച്ച് അതുകൂടെ കൊടുക്കുന്ന സ്വഭാവമാ ഒരു ക്രിസ്തുവിന്റെ ശിഷ്യന്റെ സ്വഭാവം. മനസ്സുണ്ടോ നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ നിന്നോട് ചോദിക്കുന്ന ഏവനും പിന്നെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കാം. നിനക്ക് ഉള്ളത് എടുത്തു കളയുന്നവരോട് മടക്കി ചോദിക്കരുത്. അല്ലേ? മടക്കി ചോദിക്കരുത്. നമ്മളൊക്കെ ഭയങ്കര ദാനശീലരല്ലേ?
കൊടുത്തേച്ച് പിന്നെ ഒരു ഡയലോഗ് കൂടെ പറയും. എന്തോ പറയുന്നത്? എത്ര കിട്ടിയാലും നന്ദിയില്ലാത്ത വർഗം. ആരെ കുറിച്ചൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്? എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുത്താലും നന്ദിയില്ലാത്ത വർഗമെന്ന്. അപ്പൊ നീ ആഗ്രഹിച്ചത് എന്തുവാ? നീ വല്ലതും കൊടുത്തേച്ച് കിട്ടിയവൻ നിന്നോട് നന്ദി കാണിക്കണമെന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ഭൂമിയിൽ കിട്ടിപ്പോയി. നീ പരീക്ഷ പ്രാർത്ഥിച്ചതുപോലുള്ള പ്രാർത്ഥനക്കാരനാണ്. നീ കൊടുത്തത് നിനക്കിവിടെ കിട്ടി. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതെ ഇരിക്കണമെന്നാ കർത്താവ് പറഞ്ഞത് അല്ലേ? എത്ര കൊടുത്താലും നന്ദിയില്ലാത്ത വർഗം ഇല്ലയോ? ചിലരോടെങ്കിലും ആരെ കുറിച്ചെങ്കിലും എപ്പോഴെങ്കിലും വായിൽ നിന്ന് ഇത് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ക്ഷമ പറിച്ചേ കിടക്കാവൂ. കർത്താവേ, അങ്ങനെ വന്നുപോയ വാക്കുകൾക്ക് സോറി പറയണം ഇന്ന് രാത്രി. സ്തോത്രം. അപ്പോൾ മടക്കി ചോദിക്കരുത്, മടക്കി ചോദിക്കരുത്. നമ്മള് മടക്കി കിട്ടുവാനുള്ള ചിന്തയിൽ എന്തെങ്കിലും ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാ ബിസിനസ്. ഞാൻ മുതൽ മടക്കിയാൽ എനിക്ക് തിരിച്ചു കിട്ടണം, അതാ അതിന്റെ പേരാ ബിസിനസ്. ഇത് ബിസിനസ് അല്ല അല്ലേ? ബിസിനസ്സിൽ മടക്കി കിട്ടണം. നമ്മൾ ആർക്ക് കൊടുക്കും? തിരിച്ചു തരാൻ കഴിവുള്ളവനെന്ന് ബോധ്യപ്പെട്ടാൽ കൊടുക്കും. ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒരുത്തിന് കടം കൊടുക്കുന്നതിന് മുമ്പേ ആലോചിക്കുന്നത് ഇവന് കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അവൻ അതിനുള്ള സാധ്യതയുള്ളവനാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതല്ല വേദപുസ്തകത്തിന്റെ പ്രമാണം. തിരിച്ചു ചോദിക്കാതെ കൊടുക്കാൻ അല്ലേ? കൊടുത്തേച്ച് മറന്നു കളഞ്ഞേക്കാനാ കർത്താവ്. നീ എന്തോ ചെയ്യരുത്, തിരിച്ച് ചോദിക്കരുത്. മടക്കി ചോദിക്കുന്നതാണല്ലോ പലിശക്കാരൻ ചെയ്യുന്നത്. നീ ഒരു പലിശക്കാരനെ പോലെ പെരുമാറണമെന്ന കർത്താവ് പറഞ്ഞതിന്റെ സാരം. അവനെന്തോ ആഗ്രഹിക്കുന്നത് ലോകത്തില് അവന് പലിശ കിട്ടണം. അപ്പൊ തിരിച്ച് അവന് നേട്ടമുണ്ടാകുമെന്നുള്ളതാണ് അവന്റെ ചിന്ത. നമ്മൾ തിരിച്ച് കരുണ കാണിക്കണമെന്നും നമ്മളോട് വിധേയത്വം കാണിക്കണമെന്നും നമ്മളിൽ നിന്ന് കടം മേടിച്ചവരൊക്കെ എപ്പം നമ്മളെ കണ്ടാലും സല്യൂട്ട് ചെയ്യണമെന്നും ഒക്കെയുള്ള നമ്മുടെ ആ ചിന്താഗതി ഈ ബിസിനസിന്റെ മെന്റാലിറ്റിയാ. ആ മെന്റാലിറ്റി അല്ല കരുണ കാണിക്കുന്നവന്റെ സ്വഭാവം. പിന്നെ പറയുകയാണ്, നിനക്കുള്ളത് എടുത്തു കളയുന്നവരോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ അല്ലെ? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അവർക്കും ചെയ്യുവീൻ. അത് ചെയ്യാൻ നമുക്ക് മനസ്സില്ല. നമുക്ക് കരുണ കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ വേണം. പക്ഷെ നമ്മൾ കരുണ കൊടുക്കാൻ തയ്യാറല്ല. ദൈവത്തിൽ നിന്ന് നമുക്ക് ക്ഷമ ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറല്ല. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തില്. ഈ ഭൂമിയിലാണെങ്കിലും അല്ലെ, നിന്നെ ഒരാളെ വണങ്ങണമെന്നുണ്ടെങ്കിൽ, സല്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പറ. അങ്ങോട്ടൊന്ന് ചെയ്യ. ആദ്യം അങ്ങോട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ഇതാ പറഞ്ഞതിന്റെ സാരം. ആദ്യം അവർക്ക് ചെയ്യാതെ തന്നെ ഇങ്ങോട്ട് ലഭിക്കണമെന്നുള്ള ചിന്തയാണ് നമ്മൾ. മറ്റുള്ളവരൊക്കെ നമ്മളെ അങ്ങ് എന്താണ് സന്തോഷിപ്പിച്ചോണം, എല്ലാരും അവര് നമ്മളെ ഗ്രീറ്റ് ചെയ്തോണം, അവര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സ്വോത്രം പറഞ്ഞോണം. നമുക്ക് അങ്ങോട്ട് സ്വോത്രം പറയാനെന്നുള്ള തോന്നലൊന്നുമില്ല. നമ്മൾ ഇച്ചിരി കൂടിയ പുള്ളികളാണ് ഇല്ലയോ? മറ്റുള്ളവര് നമ്മളെ കണ്ടാൽ ചിരിച്ചോണം. അവര് ചിരിച്ചില്ലേ പിന്നെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനിപ്പോഴാണെങ്കിൽ ചിരിയെ നിർത്തിയേക്കുക. കാര്യം ഒരാളെ കണ്ടിട്ട് ചിരിച്ചേച്ച് മറ്റേ ആളിനോട് ചിരിച്ചില്ലെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ചിരി നിർത്തി. ഇപ്പൊ വിശ്വാസികളെ കണ്ടപ്പോ ഞാൻ ചിരിക്കാറില്ല, പ്രത്യേകിച്ച് എല്ലാരും കൂടെ നിൽക്കുമ്പോ. ഒറ്റയ്ക്കാണെങ്കിലൊക്കെ ഇപ്പൊ ഞാൻ ചിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ബുദ്ധിമുട്ടരുത് എന്നോട് കേട്ടോ. കാരണം ചിലർക്കൊക്കെ പ്രയാസം ഉണ്ടായി ഞാൻ ചിരിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥമല്ല ഞാൻ ചിരിച്ചെങ്കിലേ തിരിച്ചു ചിരിക്കുകയുള്ളൂ.
ഈ ലോകത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളെ ലഭിക്കത്തുള്ളൂ. അത് മാറാത്തിടത്തോളം കാലം നമ്മള് ആമേൻ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യന്മാരുടെ സ്വഭാവ ഗുണത്തിലേക്ക് വരുന്നില്ല, ആ ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥാനം. സമയം തീരുന്നല്ലോ, അതൊന്ന് വായിച്ചു നിർത്തിക്കോട്ടെ. സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നില്ലയോ? ഞാൻ അതാ മുമ്പേ പറഞ്ഞത്. ഈ ലോക കൂട്ടായ്മകളെല്ലാം അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നില്ലേ? അവരുടെ കൂടുള്ളവരെ സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കാൻ കഴിയുന്നവനെ ഒക്കെ സ്നേഹിക്കത്തില്ലേ? സ്നേഹിക്കാൻ കഴിവില്ലാത്തവരും സ്നേഹിക്കാത്തവരും ശത്രുക്കളും പീഡിപ്പിക്കുന്നവരും ആയുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ലോകം പോലെയുള്ള അല്ല ഉള്ളോ അത്? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തുപകാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? നമ്മൾ എന്തോ ചെയ്താലും നമ്മുടെ ഉദ്ദേശം എന്നാ? ഇത് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു നന്മയായിട്ട് മടക്കി കിട്ടും എന്ന് ചിന്തയുള്ളിടത്താണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. സാധാരണ ലോകപ്രകാരം പറയാറുണ്ട്, കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ കൊല്ലത്തും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നന്മയെ നീ ചെയ്യണ്ട എന്ന കർത്താവ് പഠിപ്പിച്ചത്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഒന്നും ചെയ്യണ്ട. കിട്ടാതെ വരുമ്പോൾ പിന്നെ അത് വലിയ തകർച്ചയായി. അതുകൊണ്ട് ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നീ ഒരു നന്മയും ചെയ്യണ്ട. സ്തോത്രം. പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. ലോകപ്രകാരം അങ്ങനല്ലേ ചെയ്യുന്നത്. പിന്നെന്തോ വ്യത്യാസം? നിങ്ങളോ ശത്രുക്കളെ സ്നേഹിക്കുകയും, ഈ കർത്താവ് പറയുകയാണ്, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുകയും, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അപ്പോൾ അത്യുന്നതന്റെ മക്കളാകണമെങ്കിൽ നമ്മൾ മിനിമം പാലിക്കേണ്ട സ്വഭാവ ഗുണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുണങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ എന്താ പറയുന്നത്? വേദപുസ്തകം പറയുന്നു നമ്മൾ അത്യുന്നതന്റെ മക്കളായിട്ടില്ല, നമ്മൾ ഇപ്പോഴും ലോകത്തിന്റെ മക്കളാണ്. അവർ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അവൻ ആരാ? നമ്മുടെ ദൈവം. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നന്ദി കെട്ടവരോടും ദയാലുവല്ലേ? അല്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. എത്രണ്ണം മടങ്ങി വന്നു? 9 എണ്ണം വന്നില്ല, ഒറ്റ ഒരുത്തനെ മടങ്ങി വന്നുള്ളൂ. അതുകൊണ്ട് കർത്താവ് അങ്ങോട്ട് കോപിച്ചിട്ടടാ, നീ ഒരുത്തൻ വന്നല്ലോ, ശരി നീ സൗഖ്യമായിട്ട് പൊക്കോ, മറ്റവന്റെ 9ന്റെ മേലിൽ ഞാൻ മടക്കി കുഷ്ഠം കൊടുക്കാൻ പോവാന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. അപ്പം നന്ദി കെട്ടവരോടും എല്ലാം ദൈവം ദയാലുവാണ്. ആ ദയ ഉള്ളത് കൊണ്ടാണ് നമ്മളും ഇങ്ങനെയൊക്കെ നിന്നു പോകുന്നത്, അല്ലേ? ഇതേ സ്വഭാവമല്ലേ നമ്മള് വല്ലതും കിട്ടിയാൽ അല്ലേ നന്ദി കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എന്തെല്ലാം പ്രാപിച്ചതിന് തക്കവണ്ണം നന്ദി പറയാൻ നമ്മൾ വീണ്ടും കുടിച്ചിട്ടുണ്ടോ? പിന്നെ ഈ കുഷ്ഠരോഗിയെ നമ്മൾ കുറ്റം പറയണോ? നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചു മേടിക്കുകയല്ലാതെ അതിന് പകരം എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തോ? ഒരു നന്ദിയിലും നമ്മൾ പറയാറുണ്ടോ? കർത്താവ് അത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി ചെയ്യുക. പക്ഷെങ്കിൽ നിന്റെ ഭാഗത്തുനിന്ന് എന്താണ് തിരിച്ചു ചെയ്തിട്ടുള്ളത്? അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവേൻ. അങ്ങനെ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനാകുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനാകുവേൻ. അടുത്ത് പറയുന്നു, വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകയില്ല. വിടുവീൻ, എന്നാൽ നിങ്ങളും വിടുവിക്കും, നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ഭാഗം ഞാനും എല്ലാ ആഴ്ചയിലും ഒക്കെ എടുത്ത് ചിലപ്പം പ്രാർത്ഥനയിൽ അടിക്കുന്ന ഒരു സാധനമാണ്. അമർത്തി കുലുക്കി കവിഞ്ഞൊരളവ് ദൈവമേ അവരുടെ മടിയിൽ കൊടുത്തവരെ സഹായിക്കണമെന്നൊക്കെ വല്ലോ കിട്ടുന്ന സമയത്താണ് നമ്മൾ അടിച്ചു വിടുന്നത്. പ്രത്യേകിച്ച് സ്വത്രാഴ്ച എടുക്കുമ്പം പണത്തെ കുറിച്ചൊരു കാര്യമേ കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല. അസ്ഥാനത്താണ് നമ്മൾ ഈ സാധനമൊക്കെ എടുത്ത് കോട്ട് ചെയ്യുന്നത്.
അവിടെ എന്തെങ്കിലും കർത്താവ് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് കൊടുക്കുന്ന ഉടനെ അമർത്തി കുലുക്കി കവിഞ്ഞൊരു അളവ്, ഞാൻ 10 സ്വത്രാഴ്ച ഇട്ടുകൊണ്ട് അടുത്ത ആഴ്ച കർത്താവ് എനിക്ക് 100 തരുമെന്നുള്ളത്. അങ്ങനെ അതാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കൊടുത്താൽ 30, 60, 100 മേനി നിങ്ങൾക്ക് തരുന്ന സ്വർഗത്തിലെ പിതാവ് നിങ്ങളുടെ കടങ്ങളെ മാറ്റുമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം പാവപ്പെട്ട വിശ്വാസി ഇതൊക്കെ കേട്ടിട്ട് വിചാരിക്കുന്നത് കാശ് കൊടുത്ത തിരിച്ചു തരുന്ന കിലുക്കിക്കുത്തുകാരനെ പോലെ ദൈവമെന്നാണ്. എടാ, ലോകപ്രകാരം കിലുക്കിക്കുത്തുകാരൻ, ഗാംബ്ലിങ്ങുകാരൻ പറഞ്ഞാൽ വെയ് രാജാവേ 1 വെച്ചാൽ 2 കിട്ടുമെന്നേ പറയുന്നുള്ളൂ. നമ്മൾ പറയുന്നത് 1 വെച്ചാൽ 100 കിട്ടുമെന്ന്. അങ്ങനെ വല്ലതും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും കിട്ടും. അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? മേളി പറഞ്ഞ മനസ്സലിവ, കരുണയെ കുറിച്ചായി പറഞ്ഞു വരുന്നത്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കരുണ അമർത്തി കുലുക്കി നിങ്ങളുടെ മടിയിൽ തരുമെന്ന്. നിങ്ങൾ അങ്ങോട്ട് കരുണ കൊടുത്താൽ, കാശിന്റെ വിഷയമേ അല്ല അവിടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർക്ക് കരുണ ലഭിക്കും. ഇന്ന് രാത്രി കരുണ കാണിക്കേണ്ടത് ആരോടാണെന്നറിയാമോ? നിനക്ക് തിരിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ബോധ്യമുള്ളവർക്ക്, നിനക്ക് തരാൻ കഴിയത്തില്ല എന്ന് ബോധ്യമുള്ളവർക്ക്. അല്ലേ? സ്തോത്രം. ദാവീദിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു. ദൈവം ചോദിച്ച അടുത്ത ദിവസങ്ങളിൽ അവസരം ലഭിക്കുമ്പോ പറഞ്ഞോളാം. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ താന് യോനാഥാന്റെ ഒരു മകനെ തപ്പിച്ചെന്ന്, അല്ലെ, 2 കാലും വയ്യാത്ത ഒരു മൊഹീബിശ്വത്തിനെ, അല്ലെ, അങ്ങനെയാണ് ആ പുള്ളിയുടെ പേര്. എന്തുവാണ്? യോനാഥാന്റെ മകൻ മൊഹിബേശത്തിനെ കൊണ്ടുവന്നിട്ട് എന്താ എന്നറിയാമോ? രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ അവന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കത്തക്കവണ്ണം അവനെ അവിടെ കൊണ്ടിരുന്നവൻ. കാലും വയ്യാതെ എങ്ങാണ്ട് കിടന്ന ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിൽ കയറ്റി രാജകുമാരന്മാരിൽ നിന്ന് ഭക്ഷിക്കുന്ന അതേ തീന്മേശയിൽ ഇരുത്തി അവനെ ഭക്ഷണം കഴിപ്പിച്ചെന്ന് രാജാവ് കരുണ കാണിച്ചത്. അങ്ങനെ ദാവീദിന്റെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ബിയാറ്റിറ്റ്യൂഡ്, ഈ അനുഗ്രഹ പ്രസ്താവന നടത്തിയപ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ കാണിക്കേണ്ടത് മടക്കി തരാൻ കഴിവുള്ളവരോടല്ല. കരുണ കാണിക്കേണ്ടത് നിനക്ക് സമമായിട്ട് യോഗ്യതയുള്ളവരോടല്ല. കരുണ കാണിക്കേണ്ടത് നിന്നേക്കാൾ ഒന്നും തിരിച്ചു തരാൻ കഴിവില്ല എന്ന് തോന്നുന്നവർക്ക് നീ അവന്റെ സ്ഥാനത്ത് കയറി നിന്നിട്ട് അവന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി അവന്റെ തണുത്തു വിറങ്ങലിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ കൊണ്ടാണ് നിന്റെ ഒരു പുതപ്പ് അവൻ എടുത്തതെന്നുള്ള ബോധ്യത്തോടെ അവനെ ശകാരിച്ച് നിയമപ്രകാരം അവനെ തടവിലാക്കാൻ നോക്കാതെ, സഹോദര നിനക്ക് തണുക്കുന്നെങ്കിൽ എന്റെ ഉടുപ്പൂടെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാനുള്ള മനോഭാവമാ കരുണ. നിന്റെ ഒരു ചെകിട്ട തടിച്ചു നിന്നെ നോവിപ്പിക്കുന്നവനോട് മറ്റേ ചെകിടൂടെ കാണിച്ചു കൊടുത്ത്, സഹോദര ഈ വശത്തൂടെ വേണമെങ്കിൽ അടിച്ചോ, നിനക്ക് അതുകൊണ്ടാണ് ഒരു സന്തോഷം വരുന്നെങ്കിൽ നീ അങ്ങനെ സന്തോഷിച്ചോ എന്ന് പറയാൻ നിനക്കൊരു കൃപയുള്ളതാണ് കരുണ കാണിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കരുണയല്ല. നിനക്ക് മടക്കി തരുന്നവർക്ക് കടം കൊടുക്കുന്നത് ഒരു കരുണയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് കൊടുത്താൽ അതെങ്ങനെ കൊടുക്കുന്ന ജ്ഞാനിയായ ശലോമോന് സദൃശ്യവാക്യം എഴുതിയപ്പോൾ അതിന്റെ 19-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ ഓർപ്പിച്ചിട്ടുണ്ട്. 19-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, Proverbs chapter 19 verse 17. നീ കൊടുത്താൽ എവിടെയാ കിട്ടുന്നതെന്ന് ജ്ഞാനി പറഞ്ഞിരിക്കുന്നു. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവന് പകരം കൊടുക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്നും പറഞ്ഞ് കർത്താവ് തന്നോളൂ എന്നും പറഞ്ഞൊന്നും കൊടുക്കണ്ട. പക്ഷെങ്കിൽ പ്രമാണം ഇതാ, എളിയവനോട് കൃപ കാട്ടുന്നവൻ ആർക്കാ വായ്പ കൊടുക്കുന്നെന്ന് അറിയാമോ? സ്തോത്രം. നിനക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവന് നീ കൊടുക്കുമ്പോൾ നീ മനസ്സിലാക്കണം,
നിനക്ക് കടക്കാരനല്ലാത്തൊരു സ്വർഗമുണ്ട്. അവൻ പലിശ കൂട്ടി നിനക്ക് മടക്കി തരുന്നവനാ എന്നുള്ള ബോധ്യത്തിൽ നീ ലാഭത്തിൽ ചെയ്യുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ട് അർഹിക്കുന്നത് കൊടുക്കാതിരിക്കുന്നതാണ് കരുണയെങ്കിൽ ആമേൻ. നിന്നോട് തെറ്റ് ചെയ്ത ഒരുത്തവന് അർഹിക്കുന്ന ഒരു ശിക്ഷയാണെങ്കിലും അവനെ വാരി പുണർന്നവനെ കെട്ടിപ്പിടിച്ച് അവനൊരു ഉമ്മ കൊടുത്ത് അവനെ ഒരു സഹോദരനെ പോലെ ചേർത്ത് നിർത്താൻ നിന്റെ ഹൃദയത്തിനകത്ത് ഇന്നൊരു ഇടം കണ്ടെത്താൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ സഹോദര, അതാ കരുണ. ഇന്ന് രാത്രി ആ കരുണയുടെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, മനസ്സലിവുള്ള ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങളോട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ച വചനങ്ങളെ ആഴത്തിൽ ഒന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ തന്നെ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മഹാദയക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അർഹതപ്പെട്ടിരുന്നത് കർത്താവേ മരണമെന്ന ശിക്ഷയാണ്. എന്നാൽ ഞങ്ങൾക്ക് അർഹിച്ച മരണമെന്ന ശിക്ഷ നൽകാതെ ഞങ്ങൾക്ക് നിത്യജീവൻ എന്ന കൃപ നൽകി ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ലോക മക്കളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരാ കർത്താവേ. ഞങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരാ കർത്താവേ. അങ്ങയുടെ പഠിപ്പിക്കലുകളെ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ഇല്ല കർത്താവേ. അങ്ങയുടെ ആഴമായ ഉപദേശങ്ങളെ ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകപ്രകാരം ചിന്തിക്കുവാനല്ല കർത്താവേ, മറിച്ച് അങ്ങയുടെ രാജ്യത്തിലെ ഒരു പൗരനെ പോലെ അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണ പോലെ ഞങ്ങളുടെ സഹജീവികളോട് ഞങ്ങൾക്ക് കരുണ കാണിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കൊരു കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരെ എല്ലാം കർത്താവെ അടിയനെ ഉൾപ്പെടെ ഒരു രൂപാന്തരത്തിലേക്ക് നടത്തുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ധ്യാനമൊക്കെയും വരും ദിവസങ്ങളില് ഞങ്ങളുടെ ജീവിതത്തില് അതൊരു വലിയ വ്യത്യാസമായി സ്വർഗരാജ്യം ഈ ഭൂമിയിൽ കർത്താവെ പ്രദർശിപ്പിക്കുന്നവരാക്കി മാറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾ പിന്നെയും വിശ്രമത്തിനായിട്ട് കടന്നു പോകുമ്പോൾ സർവശക്തന്റെ കൃപ കൂടിയിരിക്കണം. നാളെ രാവിലെ വീണ്ടും ഉണർന്ന് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാ മടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംബന്ധവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടുകൂടി വിശേഷാൽ ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടി ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മെ പിന്നെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഫാസ്റ്റിങ്ങിന്റെ വീക്കാണിത്. ദൈവം അനുവദിച്ചാൽ നാളെയും മറ്റന്നാൾ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം നമുക്ക് വൈകിട്ട് മീറ്റിംഗ് ഉണ്ടല്ലോ. നാളെ വൈകിട്ട് നമ്മള് ഇതേപോലെ തന്നെ ഒരു 8:30 ആകുമ്പോൾ ആമേന് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒന്നും നിന്നു പോകണ്ട. അതുകൊണ്ട് ഈ ലഭിച്ചിരിക്കുന്ന മാധ്യമത്തിലൂടെ നമുക്കതൊക്കെ തുടരുവാൻ ദൈവം സഹായിക്കട്ടെ. നാളെ വൈകിട്ട് അല്പസമയം പ്രാർത്ഥനയ്ക്ക് നമുക്ക് വീണ്ടും ഒത്തുകൂടാം. അതുവരെയും ദൈവസന്നിധിയിൽ ദൈവം നമ്മെ കാക്കുമാറാകട്ടെ. Stay blessed. God bless you all.